ഈശോയേ 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 ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആശ. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മകൾക്കിപ്പോൾ 2.5 വയസ്സാണ്. കുഞ്ഞിന് 2 വയസ്സും 3 മാസവും ഉള്ളപ്പോൾ അവളുടെ ദേഹത്ത് ചെറിയ കുരുക്കൾ ഉണ്ടാവുകയും അത് പൊട്ടി ദേഹം മുഴുവനായും ചൊറിയാനും തുടങ്ങി. കുട്ടിക്ക് രാത്രിയിൽ പോലും ഉറങ്ങാൻ കഴിയാതെ ദേഹം ചൊറിയുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ എന്തോ ഒരു തരം അലർജിയാണെന്ന് പറഞ്ഞ് മരുന്ന് തന്നു. മരുന്ന് കഴിക്കുന്നതനുസരിച്ച് കുഞ്ഞിന് അസ്വസ്ഥതകൾ കൂടി വരുന്നതായി അനുഭവപ്പെട്ടു. ഞങ്ങൾക്കാകെ വിഷമമായി. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് റാപ്സനച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും 7 വ്യാഴാഴ്ച മുടങ്ങാതെ കുഞ്ഞിനെ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കണമെന്നും നേർച്ചക്കഞ്ഞി കൊടുക്കണമെന്നും കുഞ്ഞിന് വേണ്ടി ടെസ്സ ഈശോയുടെ കുഞ്ഞാണ്, ഈശോ ടെസ്സയെ സ്നേഹിക്കുന്നു എന്ന് 101 പ്രാവശ്യം ചൊല്ലാനും ആവശ്യപ്പെട്ടു. ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യുമായിരുന്നു. ആദ്യ വ്യാഴാഴ്ച തന്നെ കുഞ്ഞിനെ ശുശ്രൂഷയിൽ പങ്കെടുപ്പിച്ച് നേർച്ചക്കഞ്ഞി നൽകി. അന്ന് രാത്രി കുഞ്ഞ് ഒരു ചൊറിച്ചിലും കൂടാതെ കുറേ ദിവസങ്ങൾക്ക് ശേഷം സുഖമായി ഉറങ്ങി. തുടർന്ന് ഞങ്ങൾ ബാക്കി ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഇപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു പാടുപോലുമില്ലാതെ എല്ലാ വിഷമങ്ങളും മാറി സൗഖ്യപ്പെട്ടു. ആവിലാമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. ആശ നെല്ലിക്കാമ്പോയിൽ. മടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, 2.5 വയസ്സുള്ള കുഞ്ഞിന് ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് നിർത്താതെ ഉള്ള ചൊറിച്ചിലും അതുപോലെ ശരീരത്തിൽ പാടുവരികയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ എന്ത് മരുന്ന് കഴിച്ചിട്ടും അതിനൊരു സൗഖ്യവും കിട്ടുന്നില്ല. കർത്താവ് കുഞ്ഞിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ മോളെ സ്നേഹിക്കുന്നു എന്നുള്ള വചനം കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരീരത്തിലുള്ള രോഗം അപ്രത്യക്ഷമായി. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. ഉറക്കെ വിളിക്കാം, ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് പോൾസൺ. എൻ്റെ വീട് കാരാപറമ്പിലാണ്. ഞാൻ MBA പഠിക്കുകയായിരുന്നു. എനിക്ക് ഓരോ സെമ്മിലും ഒരു വിഷയം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പരീക്ഷയ്ക്ക് അത് കിട്ടിയില്ല. അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു. റീവാലുവേഷന് കൊടുത്തു. ഒരു വിഷയം കിട്ടി. ഫൈനൽ പരീക്ഷയ്ക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു. അച്ഛൻ ജയിക്കുമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു. എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടെ പാസ്സായി. ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ച കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. എൻ്റെ പേര് കീർത്തന. ഞാൻ വരുന്നത് ചെറുപുഴയിൽ നിന്നാണ്. ഞാൻ കുവൈറ്റിൽ പോകാനായി മെഡിക്കൽ ചെയ്തപ്പോൾ 3 തവണ റിജക്റ്റായി. പിന്നീട് ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ ഈശോയുടെ സ്നേഹവും സമാധാനവും എന്ന പ്രാർത്ഥന ചൊല്ലാനും 3 ആഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും പറഞ്ഞു. അതിനുശേഷം ഞാൻ മെഡിക്കൽ എടുത്തപ്പോൾ മെഡിക്കൽ പാസ്സായി. എനിക്ക് കുവൈറ്റിൽ വരുവാനും സാധിച്ചു. ഇനി ഇവിടെ നിന്ന് ഒരു മെഡിക്കൽ കൂടെയുണ്ട്. അത് പാസ്സാകാനും നല്ലൊരു ജോലി ലഭിക്കാനും പ്രാർത്ഥിക്കണമേ. ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1 കോടി നന്ദി അർപ്പിക്കുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം മെഡിക്കൽ എടുത്തപ്പോഴും ചെസ്റ്റിൽ സ്കാറുണ്ട് എന്ന റിപ്പോർട്ടാണ് കിട്ടിയത്. ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന പ്രാർത്ഥനാ മന്ത്രം ആവർത്തിച്ച് ചൊല്ലി അതിനുശേഷം 4ാമത്തെ ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ടെസ്റ്റിൽ ഒരു കുഴപ്പവുമില്ല എന്ന റിപ്പോർട്ട്, ടെസ്റ്റിലുണ്ടായിരുന്ന വൈറ്റ് പാച്ചസ് അപ്രത്യക്ഷമായിരിക്കുന്നെന്ന് ആ റിപ്പോർട്ട് കിട്ടിയതിനോർത്ത് കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോയെ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ കല്യാണി, പയ്യാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ അടുത്ത വീട്ടിലെ രോഹിണി എന്നയാൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവർക്ക് കുറേ വർഷങ്ങളായുള്ള ശരീരവേദന. ഇവിടെ നിന്ന് കൊണ്ടുകൊടുത്ത പ്രാർത്ഥന ചൊല്ലി 33 പ്രാവശ്യം ചൊല്ലി 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ഞാൻ അവരോട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വേദന മാറി. ശരീരത്തിന് നല്ല ആശ്വാസം കിട്ടി.
ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിന് ആവിലാമ്മയും പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കല്യാണി ചേച്ചി രോഹിണി ചേച്ചിക്ക് 33 പ്രാവശ്യം ചൊല്ലേണ്ട പ്രാർത്ഥന കൊണ്ടേ കൊടുത്തു. സഹോദരി അത് ചൊല്ലി കർത്താവ് കൃപ വർഷിച്ചു, അനുഗ്രഹം വർഷിച്ചു. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോയെ സ്തുതി. എൻ്റെ പേര് ഷീന, സ്ഥലം ചന്ദനക്കാമ്പാറ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ ജർമ്മനിയിൽ പഠിക്കുവാൻ അവിടെ നിന്നും അവന് ബീഫ് കൂട്ടിയത് മൂലം അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു. അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ, എനിക്ക് എന്തൊക്കെയോ വിഷമം ഉണ്ടാകുന്നു. ഞാൻ അപ്പോൾ എൻ്റെ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചു. അവൻ്റെ ചൊറിച്ചിൽ മാറുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ചൊറിച്ചിൽ മാറിയെന്ന്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം. സാക്ഷ്യം എഴുതാൻ വൈകിയതിൽ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് ലീന, അടയ്ക്കാത്തോട് മലങ്കര ഇടവകാംഗമാണ്. എൻ്റെ കൂട്ടുകാരിയുടെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി അറിയിക്കുവാനാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2022 ഡിസംബറിൽ ഈശോയുടെ തിരുസന്നിധിയിൽ പാസ്പോർട്ട് കെട്ടിയിടുകയും മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2 ആഴ്ചകൾക്കുള്ളിൽ വിസ വരികയും 2023 ജനുവരി 5-ാം തീയതി ജപ്പാനിലേക്ക് പോകുവാനും മകൾ വിസ്മയയ്ക്ക് നേഴ്സായി ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ മകൾക്ക് കിട്ടിയ ആദ്യ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഇവിടെ നൽകുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അങ്ങാടിക്കടവിൽ നിന്നും എബിൻ ആവിലായിൽ എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 പ്രാവശ്യവും പരാജയപ്പെട്ട അയർലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയും ഒരു വീട് വാങ്ങുന്നതിനുള്ള ബാങ്ക് ലോൺ പാസ്സായി കിട്ടിയതിനെ ഓർത്ത് ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം, ഈശോയേ. എൻ്റെ പേര് ഷെറിൻ, കൊട്ടിയൂർ ഇടവക. എൻ്റെ ഇളയ മകന് 3 വയസ്സുള്ളപ്പോൾ സ്ഥിരമായി ചെവിവേദനയുണ്ടായിരുന്നു. ആഴ്ചയിൽ 1 തവണ വീതം വരുമായിരുന്നു. റാപ്സൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ പറഞ്ഞ പ്രകാരം 2 ചെവികളിലും ഈശോ എന്ന് 100 തവണ വീതം പറയുകയും ചെയ്തു. പിന്നീട് ചെവിവേദന ഇന്നേ വരെ വന്നിട്ടില്ല. രണ്ടാമതായി അവന് വായിൽ പുണ്ണ് എപ്പോഴും വരുമായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും ഭേദമായില്ല. വായിൽ പുണ്ണ് വരുന്നതുകൊണ്ട് നന്നായി ബ്രഷ് ചെയ്യാൻ സാധിക്കാതെ വരികയും പല്ലുകൾ കേടാവുകയും ചെയ്തു. കുഞ്ഞ് ഭക്ഷണം കാണുമ്പോൾ വേണ്ട എന്ന് പറയുകയും വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുമായിരുന്നു. കൂടുതൽ പരിശോധനകൾക്കായി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. കൂടുതലായുള്ള പരിശോധനകൾക്ക് പോകുന്നതിന് മുൻപ് ആവിലായിൽ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു തിരിച്ചുപോയി. യൂട്യൂബിലെ ധ്യാനം കൂടുകയും ബന്ധിതനായ ഈശോയുടെ പ്രാർത്ഥന 25 തവണ വീതം ചൊല്ലി പരിശോധനകളിലെല്ലാം നോർമലായിരുന്നു. പിന്നീട് ഇന്നേ വരെ അവന് വായിൽ പുണ്ണ് വന്നിട്ടേയില്ല. നന്ദി, കോടാനുകോടി നന്ദി ഈശോയ്ക്കും മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും താമസിച്ചതിന് ക്ഷമാപണം. ഷെറിൻ, കോളയാട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയത്. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുന്നവർ ഒന്ന് കരമുയർത്താവോ? അനേകായിരം മക്കളുണ്ട്. അത് ലഭിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്റ്റാളിൽ നിന്ന് ആ പ്രാർത്ഥന കാർഡ് സൗജന്യമായി കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ 33 പ്രാവശ്യം അത് ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദിവസത്തിൻ്റെ മറ്റ് സമയങ്ങളിലും നിങ്ങൾക്കത് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു അഭിഷേകമായിരിക്കും എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അഖിൽ,
എനിക്ക് പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പോകാനുള്ള എല്ലാ കാര്യവും സാധിച്ചു കിട്ടിയാൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു. എന്നിട്ട് റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. IELTS എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എഴുതിക്കോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് പോയി പഠിച്ചെഴുതിയതിൻ്റെ ഫലമായി IELTS പാസ്സായി. ലോണിന് അപേക്ഷ വെച്ചപ്പോൾ ഒരുപാട് പേപ്പറുകളൊക്കെ ശരിയാകാനുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ പേപ്പറുകളും റെഡിയായി ലോൺ പാസ്സായി. വിസ കിട്ടി. 29/4/2024 ജർമ്മനിക്ക് പോകാൻ സാധിച്ചു. ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും പ്രാർത്ഥനാ ടീമിനും 1000 നന്ദി. അഖിൽ ജെയിംസ്. കരമടിച്ച് കർത്താവിന് അതിനെ പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബിന്ദു. ഞാൻ കണിച്ചാർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡിൻ്റെ 3 തടിപ്പുണ്ടായിരുന്നു. അത് മാറുവാൻ വേണ്ടി ഞാൻ കാരാപറമ്പ് പള്ളിയിൽ വന്ന് ധ്യാനം കൂടി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഫൈബ്രോയിഡിൻ്റെ തടിപ്പ് മാറ്റിത്തരികയാണെങ്കിൽ സാക്ഷ്യം എഴുതിമിടാമെന്ന്. ഞാൻ 2 ആഴ്ച ധ്യാനം കൂടി. അതിനുശേഷം സ്കാനിങ് ചെയ്തിരുന്നു. റിസൾട്ടിൽ ഫൈബ്രോയിഡ് ഒരെണ്ണം പോലും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഇതിനു വേണ്ടി സ്കാനിങ് ചെയ്യണ്ട എന്നും പറഞ്ഞു. ഇത് മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. യൂട്രോസിലുണ്ടായിരുന്ന ഫൈബ്രോയിഡ് കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്തുറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. എൻ്റെ പേര് സുധ. ഞാൻ മട്ടണിയിൽ നിന്ന് വരുന്നു. ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം, എനിക്ക് മൂത്രസംബന്ധമായ അസുഖമുണ്ടായിരുന്നു. മൂത്രസഞ്ചി താഴുക, മൂത്രം വരുന്ന ട്യൂബ് ചുരുങ്ങുക, മൂത്രം പോകുമ്പോൾ പുകച്ചിലും വേദനയും. പരിയാരത്ത് ഞങ്ങൾ കാണിച്ചപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ട്യൂബ് വികസിപ്പിക്കാനുള്ള ഓപ്പറേഷൻ ചെയ്തു. അതുകൊണ്ടൊന്നും എൻ്റെ അസുഖം കുറഞ്ഞില്ല. പിന്നെ മംഗലാപുരത്ത് പോയി. അവിടെ നിന്നും ഇതുപോലെ ചെയ്തു. അതുകൊണ്ടും കുറഞ്ഞില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ അസുഖത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ മനസ്സ് വിഷമിച്ച് വീട്ടിൽ വന്നു. എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇരിട്ടിയിൽ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, അവിടെ പോയി നോക്കി. ഡോക്ടർ പറഞ്ഞു തീർത്തു മാറുകയില്ല, അസുഖം കുറച്ച് തരാമെന്നും. ആ ഡോക്ടറുടെ മരുന്ന് ഞാൻ 8 വർഷം കഴിച്ചു. പിന്നെ ആ മരുന്ന് പിടിക്കാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള സുഹൃത്ത് എന്നോട് ആവില പള്ളിയിൽ പോകാൻ പറഞ്ഞു. അവിടെ പോയി അച്ഛനെ കണ്ട് അവിടുത്തെ പ്രാർത്ഥനയിൽ പോയി കൂടുകയും മുട്ടയിൽ വലിയുകയും ചെയ്താൽ അസുഖം മാറിക്കിട്ടും. ഒരുപാട് പേർക്ക് അസുഖം മാറിക്കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞു. അവർ എന്നെയും കൂട്ടി ആവില പള്ളിയിൽ വന്നു. 2 പ്രാവശ്യവും അച്ഛനെ കാണാൻ പറ്റിയില്ല. 3ാമത് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഒക്ടോബർ 10 മരുന്ന് നിർത്തി. പിന്നെ ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ വിഷമം വരാറുണ്ടായിരുന്നു. പിന്നെയും ഞാൻ അച്ഛനെ പോയി കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈശോയെ എന്ന് 101 പ്രാവശ്യം പറയുക. ഈശോയെ അവിടുത്തെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം എന്നും ചൊല്ലാൻ പറഞ്ഞു. ഞാൻ എന്നും ചൊല്ലുന്നുണ്ട്. എൻ്റെ അസുഖം കുറയുന്നുമുണ്ട്. പിന്നത്തെ സാക്ഷ്യം, എൻ്റെ 2 കണ്ണിനും തിമിരം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ വായിലെ തുപ്പൽ എൻ്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ണൂർ ആശുപത്രിയിലായിരുന്നു. ഈശോയുടെയും മാതാവിൻ്റെയും വെളിച്ചം എൻ്റെ കണ്ണിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോയുടെയും മാതാവിൻ്റെയും വെളിച്ചം ഓപ്പറേഷൻ ചെയ്ത കണ്ണിന് കിട്ടി. വലത്തെ കണ്ണിന് ഞരമ്പിന് ചെറിയ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതും ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഓപ്പറേഷൻ തീരുമാനിക്കുകയുള്ളൂ. ഞാൻ എന്നും ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുണ്യഭൂമിയായ ആവില പള്ളിയിലെ ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ കണിച്ചാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ 2.5 വർഷമായി രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക വേദനയും തുടർച്ചയായുള്ള ഒരു അനുഭവങ്ങളായിരുന്നു. ഞങ്ങൾക്കൊരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് വന്ന് അത് ഒരുവിധം ശരിയായി വന്നു കഴിയുമ്പോൾ അടുത്തയാൾക്ക് വരും. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ആ തുടർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇളയ മകൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി. മാർച്ച് മാസം 29-നാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് കഷ്ടിച്ചു മാത്രം ജീവിതമാർഗം കഴിഞ്ഞു പോവുകയായിരുന്നു. ലോണായി തന്നെ 36,000 രൂപ ഓരോ മാസവും വേണം. പിന്നെ ചെലവിനും. ആക്സിഡന്റ് പറ്റി ഇരിട്ടി അമലയിൽ ആദ്യം എത്തിച്ചു. ഞങ്ങളുടെ കയ്യിൽ ആകെ 4,000 രൂപയും എൻ്റെ ആങ്ങള 1000 രൂപയും തന്നു. ഇരിട്ടി ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ മിംസിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു.
പിന്നെ നടന്നതെല്ലാം അത്ഭുതങ്ങളിൽ അത്ഭുതമായിരുന്നു. ആംബുലൻസിന്റെ പൈസ, അമലിയിലെ പൈസ, ഇതെല്ലാം നടന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, മിംസ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടയ്ക്കും ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഏതാണ്ട് ഒരു മരവിച്ച അവസ്ഥ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ പോലും ബോധമില്ലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ 2.5 വർഷമായി ഇത് തുടങ്ങിയിട്ടെന്ന്. ഓരോ ആശുപത്രിയിൽ പോക്കിനും 3 ലക്ഷം മുതലാണ് ചിലവാകുന്നത്. 2023 സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ആവില പള്ളിയിൽ വന്ന് റാപ്സൻ അച്ഛനെ കാണുകയും അച്ഛൻ 33 വ്യാഴാഴ്ച പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കുകൊള്ളുവാനും 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാനും 101 തവണ ഈശോയെ എന്ന് വിളിക്കാനും പറഞ്ഞു. ഞാൻ ഇത് തുടർന്നു പോന്നു. എന്നാൽ 14-ാമത്തെ ആഴ്ച മുതൽ 19-ാമത്തെ ആഴ്ച വരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പള്ളിയിൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 28-ാമത്തെ ആഴ്ച വരെ എത്തിയപ്പോഴാണ് കൊച്ചിൻ്റെ ആക്സിഡന്റ്. അങ്ങനെ പള്ളിയിൽ വരവും മുടങ്ങുകയും പ്രാർത്ഥന കൃത്യമായ എണ്ണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെയും വന്നു. എണ്ണമില്ലാതെ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലും. വ്യവസ്ഥകളെല്ലാം തെറ്റി. പക്ഷേ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. ഓരോ ദിവസവും ഞങ്ങളെ അറിയുന്നവരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെയായി എൻ്റെ കയ്യിലും അക്കൗണ്ടിലുമായി പണം തരുവാൻ തുടങ്ങി. 3,12,000 രൂപ ആശുപത്രി ബില്ല് മാത്രമായി. മറ്റു മരുന്നുകളും ചിലവുകളുമായി 30,000-ഓളമായി. ഈ പൈസ അത്രയും ബില്ല് പേ ചെയ്യുന്ന സമയമായപ്പോഴേക്കും റെഡിയായി. ഇതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് കടമായി ഞങ്ങൾ ചോദിച്ചുണ്ടാക്കേണ്ടി വന്നത്. ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. തീർന്നില്ല. ഇപ്പോൾ 3 റിവ്യൂ കഴിഞ്ഞു. അതിനും സ്പെഷ്യൽ വണ്ടിയുടെ കൂലിയടക്കം 20,000 രൂപയോളമായി. ഓരോ പ്രാവശ്യവും 15 ദിവസം കൂടുമ്പോഴാണ് പോകേണ്ടത്. ഓരോ തവണയും പോകുന്നതിന് മുൻപ് ആരെങ്കിലും അതിനുവേണ്ടിയുള്ള പണം എൻ്റെ കയ്യിൽ തരും. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ പോലും എനിക്കിപ്പോൾ പണം തരുന്നു. 16/5/2024 വ്യാഴാഴ്ച ഞാൻ ആവിലാപ്പള്ളിയിൽ വന്നപ്പോൾ 20/5/2024 കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനുള്ള പൈസയ്ക്ക് എന്തു ചെയ്യും? എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ തന്നെ ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഞാൻ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞു കാണും. നല്ല മഴയുമാണ്. വീട്ടിലേക്ക് വണ്ടി വരുവാനുള്ള സൗകര്യമൊന്നുമില്ല. അതിനാൽ ഒരു ഓട്ടോയിൽ 2 അധ്യാപകർ 10,500 രൂപ എന്നെ വഴിയിലേക്ക് വിളിച്ച് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഞങ്ങളുടെ കുടുംബത്തോട് ഇത്രമാത്രം കരുതലോടെ ബന്ധിതനായ ഈശോ ഞങ്ങളോട് കാരുണ്യം വ്യക്തമായി തന്നെ കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. നന്നായി പ്രാർത്ഥിക്കുവാനുള്ള പ്രാവീണ്യം പോലും എനിക്കില്ല. ഒരാവശ്യം പറഞ്ഞ് എങ്ങനെ അപേക്ഷിക്കണമെന്ന് പോലും അറിയില്ല. ഞങ്ങളെല്ലാവരും ബന്ധിതനായ ഈശോയോടും പരിശുദ്ധ അമ്മയോടും അമ്മ ത്രേസ്യയോടും പ്രാർത്ഥനാ ചൈതന്യമുള്ള സ്നേഹനിധിയായ റാപ്സൻ അച്ഛനോടും 1000 നന്ദി അറിയിച്ചുകൊള്ളുന്നു. കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. മറക്കെ വിളിക്കാം. ഈശോയേ ഈശോയേ. ദൈവത്തിന് നന്ദി. സ്ഥലം കൂത്തുപറമ്പ്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ ഏപ്രിൽ മാസം പെസഹ വ്യാഴാഴ്ചയായ ദിവസം മരിക്കാനൊരുങ്ങി. എനിക്ക് ജീവിതം മടുത്തു. 5 വർഷമായി കേൾവിക്കുറവുണ്ട്. പിന്നെ മാസത്തിൽ മൈഗ്രെയിൻ തലവേദനയും ഉണ്ടാകാറുണ്ട്. എന്തിനാ ജീവിക്കുന്നതെന്ന് കരുതി മരിക്കാനൊരുങ്ങി. രാത്രി കുറച്ച് എലിവിഷം കഴിച്ചു കിടന്നു. 12 മണി സമയം. വെളുക്കുവോളം ഛർദ്ദിച്ചു തുടങ്ങി. മകളുടെ കൂടെയാണ് താമസം. നേരം പുലർന്നു. അവൾ വന്നു നോക്കുമ്പോൾ റൂമിൽ മുഴുവൻ ഛർദിയാണ് കണ്ടത്. അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, ഞാൻ കുറച്ച് എലിവിഷം കഴിച്ചെന്ന്. ഉടനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്തുള്ള ആശുപത്രിയിൽ ആദ്യം പോയി. അവിടെയൊന്നും എടുത്തില്ല. പിന്നീട് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കുറേ സമയം കിടത്തി. പല ടെസ്റ്റും നടത്തി. ഇവിടുന്ന് വേഗം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആംബുലൻസിൽ ഓക്സിജനും കൊടുത്തു കൊണ്ടുപോയി. വൈകുന്നേരം സമയം 6 മണിക്കാണ് അവിടെ എത്തിയത്. അവിടുന്ന് എല്ലാ ടെസ്റ്റും ചെയ്തു. 48 മണിക്കൂർ കഴിയണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ബന്ധിതനായ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടുത്തെ മുറിവേറ്റ തിരുരക്തത്താൽ തലതൊട്ടും പാദം വരെ അവളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന്, വിഷാംശം ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കണമേ എന്നും അവളെ രക്ഷിക്കണമേ എന്നും കുറെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ സെബാസ്റ്റ്യൻ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. റാപ്സൻ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. മകൾ അച്ഛന് മെസ്സേജ് അയച്ചു. പ്രാർത്ഥിക്കാൻ വേണ്ടി എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും റാപ്സൻ അച്ഛനും മറ്റുള്ള അച്ഛന്മാർക്കും 1 കോടി നന്ദി അറിയിക്കുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ ഈശോയേ. പേര് ഹൈമ. സ്ഥലം കോളിക്കടവ്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തോളമായി. 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് മകൾക്ക്. രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് തോന്നി. അതിനാൽ ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ വന്ന് റാപ്സൻ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു.
2023 ആഗസ്റ്റ് മാസമായിരുന്നു അത്. അടുത്ത സെപ്റ്റംബർ മാസം തന്നെ മകൾ ഗർഭിണിയായി. മെയ് 5 പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. സുഖപ്രസവം നൽകി അവളെ അനുഗ്രഹിച്ചതിന് ബന്ധുവിനായ ഈശോയോടും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. ഗർഭിണിയായപ്പോൾ പല അസുഖവും അവൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവൾക്കും കുഞ്ഞിനും ഒരാപത്തും കൂടാതെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മകളുടെ പേര് വൈഷ്ണവ്. കരമടിച്ച് നന്ദി പറയാം. അവർക്ക് വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ പയ്യാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒട്ടുമിക്ക ആഴ്ചകളിലും ഇവിടെ വരികയും മുട്ടിന്മേലിഴഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ മദ്യപാനം പൂർണ്ണമായി നിർത്തുകയും അവന് സൗഖ്യ ജീവിതം ലഭിക്കുകയും ചെയ്തു. രണ്ടാമതായി വിദേശത്തേക്ക് പോകുവാനായി കുറച്ചധികം പൈസ ഏജൻസിക്ക് കൊടുത്തിരുന്നു. വിസ റിജക്റ്റ് ആയതിനെ തുടർന്ന് പൈസ തിരിച്ചു തരുവാൻ ഏജൻസി കൂട്ടാക്കിയില്ല. 2 വർഷമായി ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലാമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. കരമടിച്ച് നന്ദി പറയാം. അവർക്ക് വിളിക്കാം. ഈശോയേ, ഈശോയേ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരു രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ദേവസ്യ പുത്തൻപുരയ്ക്കൽ പൈസക്കരി ഇടവകാംഗമാണ്. എൻ്റെ മകൻ സ്റ്റുഡൻറ് വിസയ്ക്ക് 2 വർഷം മുൻപ് UK പഠിക്കാൻ പോയിരുന്നു. പഠനം തീർന്നപ്പോൾ വിസയും തീരാനായി. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വൻതുക കടമെടുത്താണ് പോയത്. ഈ അവസ്ഥയിൽ ഞാൻ ആവില പള്ളിയിൽ വന്ന് അവനൊരു ജോലിക്ക് വേണ്ടിയും വിസയ്ക്ക് വേണ്ടിയും റാപ്സനച്ചനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, അവന് നല്ലൊരു ജോലി കിട്ടുമെന്ന്. അച്ഛൻ പറഞ്ഞതുപോലെ അവനൊരു മാസത്തിനുള്ളിൽ നല്ലൊരു കമ്പനിയിൽ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായി ജോലി കിട്ടുകയും വിസ കിട്ടുകയും ചെയ്തു. എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും പരിശുദ്ധ അമ്മയ്ക്കും ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മലീത്ത മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോയേ, യേശുവേ നന്ദി. എൻ്റെ പേര് ഡയോണ. ഞാൻ ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സർജറി ആവശ്യമായിരുന്നു. സർജറി കഴിഞ്ഞപ്പോൾ സ്കൂളിലൊന്നും പോകാതെ 2 മാസം ഞാൻ കിടപ്പിലായി. എനിക്ക് ക്രിസ്മസ് പരീക്ഷ ഒന്നും എഴുതുവാൻ സാധിച്ചില്ല. സ്കൂളിൽ പോകാതിരുന്നതിനാൽ വലിയ പരീക്ഷയിൽ ജയിക്കുമോ എന്ന് എനിക്ക് ഭയമായി. ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചാൽ പള്ളിയിൽ വന്ന് നിരങ്ങിക്കയറാമെന്നും സാക്ഷ്യം നൽകാമെന്നും പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും പാസ്സാവുകയും ഇപ്പോൾ ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുകയും ചെയ്യുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ബന്ധുവിനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് അർപ്പിത ഡെന്നിസ്. ഞാൻ വലിയ അരീക്കാമല ദീപഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. ബന്ധുവിനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ജർമ്മൻ ഭാഷ B2 എക്സാം എഴുതുന്നതിന് മുൻപായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. റാപ്സൻ അച്ഛനോട് വന്ന് പറയുകയും അച്ഛൻ ധൈര്യമായി പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞ് എന്നെ വിട്ടു. അതിൻ്റെ ഫലമായി എനിക്ക് ജർമ്മൻ ഭാഷ B2 എക്സാം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. എനിക്ക് അവിടെ അഡ്മിഷനും കിട്ടി. ബാക്കിയെല്ലാം ശരിയായെങ്കിലും വീട് കിട്ടുന്നില്ലായിരുന്നു. അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഏപ്രിൽ മാസത്തിനുള്ളിൽ വീട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിൽ നോക്കേണ്ടി വരുമായിരുന്നു. അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ആവില അമ്മയോട് പ്രാർത്ഥിച്ചാൽ എന്തായാലും ഒരു വഴി തെളിയുമെന്ന്. അങ്ങനെ ഏപ്രിൽ 10 എനിക്കൊരു മെയിൽ വന്നു, വീടുണ്ട് എന്ന് പറഞ്ഞ്. വീടിൻ്റെ കോൺട്രാക്റ്റ് പേപ്പറൊക്കെ കിട്ടി. ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിൽ ജർമ്മനിയിലോട്ട് പോകാനിരിക്കുന്നു. ഇനി നടത്താനുള്ള വിസ ഇൻ്റർവ്യൂവിനും എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബന്ധുവിനായ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതി. എൻ്റെ പേര് റീസമ്മ. ഞാൻ ചെമ്പേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൻ ജിൻസിന് വേണ്ടിയാണ്. അവൻ ആസാമിൽ ഒരു വണ്ടിയിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു.
അവിടെ വെച്ച് അവന് പനിയും തൊണ്ടവേദനയും വന്ന് വെള്ളം പോലും ഇറക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവൻ എന്നെ വിളിച്ചു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും പിന്നെ ഞാൻ വരുന്ന ആഴ്ചയിൽ ആവലാപ്പള്ളിയിൽ പോകുന്നതിന് മുൻപ് എൻ്റെ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കുകയാണെങ്കിൽ സാക്ഷ്യം എഴുതി സമർപ്പിക്കുകയും മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് നേർച്ചയും ചെയ്തതിൻ്റെ ഫലമായി ആ ആഴ്ചയിൽ തന്നെ എൻ്റെ മകന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ലീലാമ്മ, എൻ്റെ വീട് കീഴ്പള്ളി. ഞാൻ എൻ്റെ മകൾ സിജിക്ക് വേണ്ടിയാണ് ഈ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നത്. 28 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ കുവൈറ്റിൽ അവൾ ജോലി ചെയ്ത് 8 മാസമായപ്പോൾ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു. പെട്ടെന്ന് പേപ്പർ വർക്കുകൾ ചെയ്യുവാൻ പറഞ്ഞു. ആ പേപ്പർ വർക്കുകൾക്ക് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. അവൾ പോയ വിസ ക്യാൻസൽ ചെയ്യുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾ വിളിച്ചു പറഞ്ഞ പ്രകാരം പ്രാർത്ഥനാ സഹായം നേരുകയും പള്ളിയിൽ വന്ന് കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന ഈശോയെ അങ്ങയുടെ കരുണയിൽ എന്നത് 33 പ്രാവശ്യവും ഈശോയെ എന്ന 101 പ്രാവശ്യം എല്ലാ ദിവസവും അവളും ഞങ്ങളും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ഓൺലൈനിൽ കൂടി എല്ലാ ആഴ്ചയും അവൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ ജോലി എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തു. എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ഒരു തടസ്സവും കൂടാതെ നടക്കുകയും അത് ചെയ്തു തീർക്കുവാൻ സഹായിക്കുകയും ചെയ്തു. ആ ജോലി പോകാതെ അവിടെ തന്നെ തുടരുവാനും സഹായിച്ചു. ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മലം മാതാവിനും പ്രാർത്ഥിച്ച എല്ലാവർക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഒക്ടോബർ 14-ാം തീയതി നടക്കാനിരിക്കുന്ന ഉരുൾ നേർച്ചയുടെ, അമ്മ ത്രേസ്യയുടെ തിരുനാളിന് മുമ്പ് നടക്കുന്ന ഉരുൾ നേർച്ചയുടെ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ: 1 ജോലി തടസ്സം മാറുക, 2 വിവാഹ തടസ്സം മാറുക, 3 സന്താന സൗഭാഗ്യം ലഭിക്കുക. ഈ 3 പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളാണ് പൊതുവായിട്ട് ഈ വർഷമുള്ളത്. നിങ്ങൾക്ക് നേരത്തെ തന്നെ നേർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് മേരി, സ്ഥലം അലക്സ് നഗർ. എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ വന്നപ്പോൾ 3 ദിവസം ആശുപത്രിയിൽ കിടന്നു. എങ്കിലും കുഞ്ഞിന് കുറവൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ആവിലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിയതിൻ്റെയും ഫലമായി എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഈ വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം. ഈശോയേ, ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മറിയാമ്മ. നട്ടലിനും പുറത്തിനും 2 കൈകളുടെ ഷോൾഡറിനും വേദനയായിരുന്നു. ബന്ധിതനായ ഈശോയോടും ആവില അമ്മയോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വേദന മാറിക്കിട്ടി. ഡോക്ടർ പറഞ്ഞിരുന്നു മാറിക്കിട്ടുകയില്ല എന്ന്. എനിക്ക് സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം.